Hello dears, welcome back to Sala Learning. It's me Sri Bhama SB. Hi മക്കളെ, മിസ് എന്ന് വന്നിട്ടുള്ളത് സാമ്പിൾ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മുടെ ആനുവൽ എക്സാം വരാൻ പോവാണല്ലേ. സോ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കണം. സോ എൻ്റെ മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് വെച്ചിട്ടുണ്ട്, ഓരോന്ന് നോക്കാം. Aman Biji went into market to buy bread. The shop was very crowded. The shopkeeper picked up the packet of bread and gave to the Biji. She looked as it is returned immediately. എന്തുകൊണ്ടാ ഈ ഒരു പാക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അത് തിരിച്ചു കൊടുക്കാനുള്ള റീസൺ എന്താ? ബ്രെഡൊക്കെ നാശമായി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാവൂ. ഫംഗസ് ഇൻഫെക്ഷൻ കാണുകയാണ് ഇൻസൈഡ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കണം അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, അപ്പം നമ്മളത് റിട്ടേൺ ചെയ്യണം. അതുകൊണ്ടാണ് ബിജി എന്ത് ചെയ്തത്, അത് റിട്ടേൺ ചെയ്തത്. അങ്ങനെയുള്ള സാധനം ഉപയോഗിച്ചാൽ നമ്മുടെ കാര്യം തീരുമാനമായി. ഓക്കെ, അടുത്തത് എന്താ? ഹൗ ഡി ഷീ ഫൈൻഡ് ദാറ്റ് ദ ബ്രെഡ് ഹാസ് ഗോട്ട് സ്പോയിൽഡ് ആയി. ഇത് എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഷീ ഫൗണ്ട് ദാറ്റ് ദ ബ്രെഡ് ഹാഡ് ഗോട്ട് സ്പോയിൽഡ് ബൈ സീയിങ് ദ ബ്ലാക്ക് സ്പോട്ട്സ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്പോട്ടുകൾ അല്ലേ, കളർ ചേഞ്ചുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം അത് സ്പോയിലായി ഉപയോഗിച്ചൂടാ. Look carefully as 3 or 2 packets of food items. What can we know from what it is written on the packet? പാക്കറ്റുകൾ, ഫുഡ് ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ഫുഡ് പാക്കറ്റുകൾ ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? when we see the packet we get to see that expiry date, manufacturing date, ingredients and prepare food, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും നെറ്റ് വെയിറ്റും ആ തന്നിട്ടുണ്ടാവുക അല്ലേ. ഏതൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റോ മാഗിയുടെ പാക്കറ്റോ എന്തും എടുത്ത് നോക്കിക്കോ, അതിനകത്ത് ഇതൊക്കെ ഉണ്ടായിരിക്കും. ആദ്യം തന്നെ നമ്മൾ നോക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ നോക്കും, എന്ന് മാനുഫാക്ചർ ചെയ്തു നോക്കും, എത്ര കാലം അതിന് എക്സ്പയറി ഉണ്ടെന്ന് നോക്കും അല്ലേ. ചിലപ്പോൾ ചിലതിന് 2 months ആയിരിക്കാം, ചിലത് 5 months, ചിലത് 1 year ആയിരിക്കാം അല്ലേ. പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് നോക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ പിന്നെ എന്താ പറയാൻ പറ്റുക, എങ്ങനെ ചിലപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട പ്രൊസീജിയറും ചിലപ്പോൾ എഴുതി തന്നിട്ടുണ്ടായിരിക്കും. മാഗിയുടെ ഫ്രണ്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്, വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇല്ലേ, പൊടി ഇടുക എന്നൊക്കെ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. And when you are buy anything from the market, what do you look for on the packet? നിങ്ങൾ എന്തെങ്കിലും സാധനം പോകുന്ന സമയത്ത് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കുക? When I buy things the back market, I firstly look the manufacturing date and expiry date. എന്നെ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളോട് ചോദിച്ചങ്ങൾ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ, മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും നോക്കിയിട്ട് മാത്രമേ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുള്ളൂ എന്ന് എൻ്റെ മക്കൾ പറയണം. റെഡി, സെറ്റ്. ഇനി അടുത്തത്, വൈ വാസ് ഷുഗർ ആൻഡ് ജാഗറി മിക്സഡ് ഇൻ ടു ദ മാംഗോ പൾപ്പ് ആൻഡ് ഡ്രൈഡ് ഇൻ ദ സൺ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഷുഗറും ജാഗറിയൊക്കെ മിക്സ് ചെയ്തിട്ട് മാംഗോ പൾപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തിനാ അത് സണ്ണിൽ വെച്ചിട്ട് സൺലൈറ്റിൽ ഉണക്കിയെടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. To make mamidi tandra, sugar and jaggery was mixed into mango pulp and dried in the sun. അല്ലേ, ഇങ്ങനെയുള്ള സ്വീറ്റ് പോലെയുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇതുപോലെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സണ്ണിൽ ഡ്രൈ ചെയ്തിട്ടെടുക്കുന്നത്, അത് നാശാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ പഠിക്കുക. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പോകെ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ബൈ, സീ യു ഡിയേഴ്സ്.